നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. 100 കോടിക്കൊക്കെ മുകളിലേക്ക് പോയി അതിന്റെ കളക്ഷൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ കാര്യമായിട്ട് തന്നെ പൊങ്ങി വന്നത്. വലിയ ചർച്ചകൾ പല മേഖലകളിലുമുണ്ട്. ഒരു പെൺകുട്ടി തിയേറ്ററിന് പുറത്ത് നിന്ന് സിനിമ കൊള്ളില്ല, അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞത് മുതൽ, മലയാളിയാണ് എന്ന് അവകാശപ്പെട്ടാണ് പറഞ്ഞത് മുതൽ പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ജയമോഹൻ എഴുതിയ വലിയ കുറിപ്പ് വരെ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു കുറിപ്പൊക്കെ ശരിക്കും വംശീയ അധിക്ഷേപം എന്ന് വിളിക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ജയമോഹന്റെ ആ ഒരു കുറിപ്പിനെ കുറിച്ചിട്ട് പറയാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ക്യൂ എന്ന സൈറ്റിലാണ് അതിന്റെ മലയാള പരിഭാഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യൂ എന്ന സൈറ്റിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, ചെറിയ പൈസയേ ഉള്ളൂ, മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരിയധികം ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിളുകളുണ്ട്. ജേർണലിസ്റ്റിക് അപ്രോച്ചുകൾ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് കുറേ നല്ല ആർട്ടിക്കിൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഇനി ക്യൂവിന്റെ ആ ഒരു ആർട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ, മഞ്ഞുമൽ ബോയ്സ് മദ്യപ തെമ്മാടികളുടെ കൂത്ത്, മലയാള പരിഭാഷയായിരിക്കും. മലയാളിയെയും മലയാളി സിനിമയും അധിക്ഷേപിച്ച് ജയമോഹൻ എഴുതിയ ലേഖനത്തിന്റെ പൂർണ്ണരൂപം. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ജയമോഹൻ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെയും മലയാളികളെയും വംശീയ അധിക്ഷേപം നടത്തിയും വ്യാജവാദങ്ങൾ നിരത്തിയും എഴുതിയ ബ്ലോഗ് വലിയ വിവാദമായിരുന്നു. അത് ആ ഒരു ലേഖനത്തിന്റെ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന ആമുഖമാണ് കേട്ടോ. മലയാള സിനിമയോടും മലയാളികളോടും അപരവിദ്വേഷം പ്രവഹിക്കുന്ന വിധത്തിലായിരുന്നു സ്വന്തം ബ്ലോഗിലൂടെ ജയമോഹന്റെ ദീർഘലേഖനം. M3DB സിനിമ ഗ്രൂപ്പിന്റെ സാരഥികളിൽ ഒരാളും സിനിമ ആസ്വാദകനുമായ മുകേഷ് കുമാർ ജയമോഹന്റെ ബ്ലോഗ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വായിക്കാം. റേസിസ്റ്റ് റിമാർക്സ്, അപരവിദ്വേഷം, ഗ്രോസ് ജനറലൈസേഷൻ, ഹാഫ് ട്രൂത്ത്സ് എന്നിവ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ലേഖനമായാണ് അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടത്. മഞ്ഞുമൽ ബോയ്സ് മദ്യപ തമാടികളുടെ കൂത്ത് ടൈറ്റിലടക്കം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സമകാലീന സിനിമകളെ ഞാൻ വിമർശിക്കാറില്ല, അഭിപ്രായം പോലും പറയാറില്ല. കാരണം ഞാനും അതിന്റെ ഭാഗമാണ് എന്നത് തന്നെ. സിനിമ ഒരു കലയോ പ്രചാരണമോ അല്ല, അത് 100% കച്ചവടമാണ്. ഒരു കച്ചവടക്കാരൻ മറ്റൊരാളുടെ കച്ചവടത്തെ നശിപ്പിക്കരുത്, അതാണ് ധർമ്മം. പക്ഷേ ആന ഡോക്ടർ എഴുതിയ ആൾ എന്ന നിലയ്ക്ക് എനിക്കും ഇത് എഴുതേണ്ടിയിരിക്കുന്നു. വാഴ്ത്തുപാട്ടുകൾ, രോമാഞ്ചങ്ങൾ, ആരാധനകൾ എന്നിവയിലൂടെ കേട്ടറിഞ്ഞ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇന്നലെ കാണാനിടയായി. ആദ്യ വിഷയം, മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ ഒരു കുളിർ കോരലാണ്, പ്രത്യേകിച്ച് തമിഴ് ഹിന്ദു പത്രത്തിൻ്റെത്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറും രോമാഞ്ച നിലയിലാണ് ആ മാധ്യമം. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മലയാള സിനിമകളും ക്ലാസിക്കാണ്. അതിൽ പലതും പെറ്റമ്മയ്ക്ക് ഇരുന്ന് കാണാൻ കഴിയാത്ത മടുപ്പുളവാക്കുന്ന വ്യാജ സൃഷ്ടികളാണ് എന്നതാണ് വസ്തുത. പെറ്റതള്ള സഹിക്കില്ല എന്ന മലയാള പ്രയോഗമാണ് ജയമോഹൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. ഈ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട വിജയങ്ങൾ കണ്ട കുറേയധികം ആളുകളുടെ നിരാശ പോലെയുള്ള ഒരു നിരാശയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. മലയാള സിനിമ, തമിഴ് സിനിമ, ഈ പറയുന്ന ഡിഫറൻസ് ഒന്നും ഇപ്പം നിലവിലത്തെ പ്രേക്ഷകർക്കില്ല. പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്. മലയാള സിനിമകളെ തമിഴ് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതും മമ്മൂട്ടി എന്ന നടനെ കുറിച്ചിട്ട് ദീർഘമായിട്ടുള്ള ലേഖനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആളുകൾ എഴുതുന്നതൊക്കെ അവർക്ക് ആ ഒരു കല ആസ്വദിക്കാനായിട്ടുള്ള ഒരു ആസ്വാദന ശേഷി ഉള്ളത് കൊണ്ടാണ്. ജയമോഹനെ പോലുള്ള കുറച്ച് എലീറ്റ് സിനിമാ നിരൂപക ബുദ്ധിജീവികൾ അവരുടെ ആ ഒരു യുഗം അവസാനിച്ചതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ ഭാഷയ്ക്ക് പുറത്തേക്ക് വളരാനായിട്ട് തുടങ്ങിയത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകനെ അങ്ങ് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് കളയും. അവനൊന്നും ബോധമൊന്നുമില്ല. അവൻ മലയാള സിനിമ വെറും വ്യാജ സൃഷ്ടികൾ ആസ്വദിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത് അവന്റെ പരാജയമാണ്. ഇവരാരാണ് ഇതൊക്കെ പറയാനായിട്ട്? അതേപോലെ തന്നെ മലയാള സിനിമ പ്രേക്ഷകർ കയ്യിലെടുക്കുന്നു, തമിഴ് പ്രേക്ഷകർ കയ്യിലെടുക്കുന്നു. ഇവിടെയുള്ള പ്രേക്ഷകനും അവിടെയുള്ള പ്രേക്ഷകനും മനുഷ്യനും ഒക്കെ ഒരു ആസ്വാദന ശേഷിയുണ്ട്. അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അതിനെ ആരാധിക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ. ഇവര് നമുക്കിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളിങ്ങനെ പറഞ്ഞു തരാം എങ്ങനെയാണ് സിനിമ കാണേണ്ടത് എന്നുള്ളത്, ഞങ്ങൾ പറഞ്ഞു തരാം എന്താണ് മികച്ച സിനിമ എന്നുള്ളത്. ഇങ്ങനെയുള്ള സാഹിത്യ കൂട്ടങ്ങളെ ആദ്യം വിമർശിക്കാൻ ഒരു പാരഗ്രാഫ് കിട്ടി എന്നുള്ളത് വലിയ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അതേപോലെ പെറ്റമ്മയ്ക്ക് ഇരുന്ന് കാണാൻ കഴിയാത്ത മടുപ്പുളവാക്കുന്ന വ്യാജ സൃഷ്ടികളാണ് എന്നതാണ് വസ്തുത. സ്ത്രീ അമ്മയാവുമ്പോൾ വേറെ ഏതെങ്കിലും ജെൻഡറായി മാറുകയോ, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു പദവി കിട്ടുകയോ, അല്ലെങ്കിൽ അവരെ ഭൂമുഖത്തു നിന്ന് സാധാരണ മനുഷ്യരിൽ നിന്ന് ഉയർത്തി വെക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധനം കിട്ടുകയോ ചെയ്യാറുണ്ടോ? ഇത് എന്തൊരു പഴഞ്ച ചിന്താഗതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയെ പോലെ തന്നെയല്ലേ തള്ളയും കാണണ്ടേ? അപ്പം ഈ സ്ത്രീ അമ്മയാവുന്നതിന് മുൻപ് സാധാരണ മനുഷ്യന്മാരെ പോലെ സിനിമ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അമ്മയാവുന്ന സമയത്ത് നമ്മൾ അവർക്ക് കാട്ടിക്കൊടുക്കാനായിട്ടുള്ള സിനിമകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പഴഞ്ച ചിന്താഗതിയാണ്. ഇനിയിപ്പോൾ
അടുത്ത പാരഗ്രാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, മഞ്ഞുമൽ ബോയ്സ് തമിഴ് ചിത്രമായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള സാധാരണ പ്രേക്ഷകൻ വരെ ഒരു ചോദ്യം ചോദിച്ചേനെ, തമിഴ് പത്രങ്ങളിൽ വാർത്തയായ ഇത്ര വലിയൊരു സംഭവം, ഒരു ധീര പ്രവൃത്തി, അതെങ്ങനെ കേരളത്തിലുള്ളവർ അറിയാതെ പോയി? മഞ്ഞുമൽ ബോയ്സ് അത് നാട്ടിൽ ആരോടും പറഞ്ഞില്ലേ? ഒരാൾ മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ തയ്യാറായ അപൂർവ സംഭവമാണിത്, അത് ആരും അറിയാതെ ഗോപ്യമാക്കി വെച്ചു എന്നാണോ? വൈകാരികമായിട്ടുള്ള ക്ലൈമാക്സിന് വേണ്ടി ചുട്ടെടുക്കപ്പെട്ട രംഗം മാത്രമാണിത്. പക്ഷെ മല്ലു സിനിമ എന്നാൽ റിയലിസമാണ് നമ്മുടെ നാട്ടിലെ അരക്കിറുക്കന്മാർക്ക്. മഞ്ഞുമൽ ബോയ്സിന്റെ സംഭവമൊക്കെ കേരളത്തില് അത്യാവശ്യം വാർത്തയായിട്ടുള്ള ആളുകൾ അറിഞ്ഞൊരു സംഭവമാണ്. പിന്നെ ആ ഒരു കാലഘട്ടം കൂടെ നോക്കണം. പെട്ടെന്ന് വാർത്തകൾ വരികയും അത് മറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അത് ഏത് വലിയ മഹാരാജന്മാരുടെ വലിയ ത്യാഗപ്രവൃത്തിയാണ് എന്നുണ്ടെങ്കിലും ധീരതയാണ് എന്നുണ്ടെങ്കിലും അത് ഓർത്തിരിക്കുന്ന ഒരു പതിവില്ല. അത് മീഡിയ അങ്ങനെയാണ്, പുതിയത് വരുന്നു പഴയത് മറക്കുന്നു എന്നുള്ളൊരു സെറ്റപ്പാണ്. അത് കേരളത്തിലുള്ള ആളുകൾക്കറിയാം, അറിയത്തില്ലാത്ത ആളുകളുണ്ട്, അതിപ്പോൾ തമിഴ്നാട്ടിലും ഉണ്ട്. അതിനകത്ത് എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ റിയലിസ്റ്റിക് മലയാള സിനിമകൾ, ഇപ്പം റിയലിസ്റ്റിക് അല്ലാതെ ഉള്ളൊരു മാസ സിനിമ വന്നാലും ഇതുപോലെയുള്ള മറ്റേ അഭിനവ ബുദ്ധിജീവികൾ ഇരുന്ന് അങ്ങോട്ട് എഴുതും, ഇത് റിയലിസ്റ്റിക് അല്ല, ഇത് ലോജിക് ഇല്ല, പ്രേക്ഷകന്റെ നിലവാരം അങ്ങോട്ട് താഴ്ന്ന്, എന്നെ പോലെയുള്ള ജയമോഹനെ പോലുള്ള ആളുകൾ എഴുതുന്ന സിനിമകളൊക്കെ ഇവർക്ക് കാണാനുള്ള നിലവാരമില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് വരും. അതിൻ്റെ താഴെയുള്ള ആ ഒരു അധിക്ഷേപം കണ്ടില്ലേ? പ്രേക്ഷകനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവൻ പ്രേക്ഷകൻ, വെറും പ്രേക്ഷകൻ, നമ്മുടെ നാട്ടിലുള്ള അരക്കിറുക്കന്മാർക്ക് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഭാഷ ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. എക്സാക്ട് ഇത് തന്നെയാണ്. അതെന്തോ ആയിക്കോട്ടെ, എല്ലാ സിനിമകളും ഒരർത്ഥത്തിൽ വിവിധ തരത്തിലുള്ള ഏച്ചുകെട്ടലുകൾ തന്നെ, വെറും നേരം പോക്കുകൾ, സാമാന്യ ജ്ഞാനം പോലും ഇല്ലാതെ സിനിമയെ വലം വെച്ച് സിനിമ മാത്രം ചർച്ച ചെയ്ത് ഏതോ ഭൗതിക പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുകയാണ് തങ്ങളെന്ന ഭാവനയിൽ ജീവിക്കുന്ന കുറെ പാമര സംഘം ഇവിടെയുണ്ട്. വെന്തതും കഴിച്ച് വിധി പോലെ ഇവിടെ ജീവിക്കേണ്ടവർ തന്നെയാണ് അവരും. അവരുടെ പേഴ്സിലെ പണം തന്നെയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കുന്നത് എന്നതിനാൽ എനിക്ക് അവരോട് കുറച്ച് സഹാനുഭൂതിയും ഉണ്ടെന്ന് കരുതിക്കോളൂ. പുല്ല് വളരുമ്പോൾ പശുവിന് സന്തോഷമുണ്ടാവുമല്ലോ. ഈ സിനിമ മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അതും ഒരു പ്രശ്നമാണോ? പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആൾക്കാരെ ഉത്തരവാദിത്തമില്ലാത്തവരാണ് എന്ന് മുദ്ര കുത്താനായിട്ട് എപ്പോഴും യൂസ് ചെയ്തിരുന്ന ഒരു സംഗതിയാണ്, അവൻ കണ്ട സിനിമയൊക്കെ കണ്ട് ചുമ്മാ നടക്കുകയാണ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്. പിന്നീട് അത് മാറി. കാരണം സിനിമ കാണുന്നവന് സിനിമയാണ് താല്പര്യം, അവൻ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്റ്റോക്കിന്റെ വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ മേഖലയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതല്ലാതെ വേറൊരു ടോക്കില്ല. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ നിന്നാൽ നമുക്ക് തോന്നും അതല്ലാതെ വേറൊരു ടോക്കില്ല. കോടാനുകോടി ആൾക്കാരല്ലേ. അപ്പം ജയമോഹൻ അതിനകത്ത് നിന്ന് ചുറ്റിന് നോക്കുന്ന സമയത്ത് ആളുകളെല്ലാം സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ നിന്ന് ജയമോഹൻ അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ചിട്ടുള്ള ആ ഒരു ടോക്കം നിൽക്കും. അതിൻ്റെ നടുക്ക് നിന്നിട്ട് ചുറ്റിനും മൊത്തം സിനിമയെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത്? കുറെ കാലങ്ങളായിട്ട് ഈ എലീറ്റ് ബുദ്ധിജീവികളുടെ സ്പൂൺ ഫീഡിങ് ഉണ്ടായിരുന്നില്ല, ഇതിപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എനിക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന സിനിമ അനുഭവമായിരുന്നു. കാരണം അതിൽ കാണിക്കുന്നത് കെട്ടുകഥയല്ല, അതിലെ ബോയ്സിന്റെ അതേ മാനസിക നിലയിലാണ് ദക്ഷിണേന്ത്യയിൽ ഒട്ടുക്കും വിനോദയാത്രയ്ക്ക് വരുന്ന കേരള തെമ്മാടികൾക്ക് ഉള്ളത്. ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് മാത്രമല്ല, നിബിഡ വനങ്ങളിൽ വരെ അവർ എത്തിപ്പെടും. മദ്യപാനം അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വാള് വെക്കുക, ഒച്ച കൂട്ടുക, വഴിയിൽ വീണ് കിടക്കുക, നിയമങ്ങൾ ലംഘിക്കുക, ഇവയല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ല. കോമൺ സെൻസോ പൗരബോധമോ തൊട്ട് തീണ്ടിയിട്ടില്ല. കുറഞ്ഞത് 10 തവണയെങ്കിലും ഈ മലയാളി മദ്യപതെമ്മാടികൾ ഊട്ടി, കൊടൈക്കനാൽ, കുറ്റാലം പോലുള്ള സ്ഥലങ്ങളിൽ നടു റോഡുകളിൽ വെച്ച് അടിപിടി കൂടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ കാണിക്കുന്നത് പോലെ ഇവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദി വരിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. മദ്യപിച്ച് കഴിഞ്ഞാൽ ബോട്ടിലുകൾ വീശി എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കും. സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട, കുറ്റാലം റൂട്ടിലോ ഗൂഡല്ലൂർ ഊട്ടി റൂട്ടിലോ ചെന്ന് നോക്കണം. വഴിനീളെ പൊട്ടിയതും പൊട്ടാത്തതുമായ ബോട്ടിലുകൾ കാണാൻ കഴിയും. അതിനെ ഈ സിനിമയിൽ അഭിമാനം കൊള്ളേണ്ട പ്രവൃത്തി പോലെയാണ് കാണിക്കുന്നത്. അത് വേറൊരു സംഭവം. ഈ സിനിമ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ജയമോഹനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരാത്തെന്നുള്ളത് എനിക്കറിയില്ല. മദ്യപ സംഘത്തെക്കുറിച്ചിട്ട്, കേരളത്തിലെ ആളുകളുടെ മദ്യപാനത്തെക്കുറിച്ചിട്ട്, നമ്മുടെ കൾച്ചറിനെ കുറിച്ചിട്ട്, ഈ മദ്യപാനം എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് മാത്രം നോക്കിക്കാണുന്ന ആളുകൾ കേരളത്തിന് പുറത്തുള്ള ബാറുകളിലേക്ക് ഒന്ന് പോയിട്ടുണ്ടോ? കേരളത്തിന് പുറത്തുള്ള മദ്യപാന കൾച്ചറിലേക്ക് ഒന്ന് പോയിട്ടുണ്ടോ? കേരളത്തിൽ പോലെ ഡീസൻ്റ് ആയിട്ട്, ഡീസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ കണ്ണിന് കാണുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ട് കള്ളുപിടിക്കുന്ന ആൾക്കാർ ഇപ്പോൾ തമിഴ്നാട്ടിലില്ല. തമിഴ്നാട്ടിൽ ബിവറേജിന്റെ പുറകിലുള്ള ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞാണ്, ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എടുക്കാൻ പറ്റത്തില്ല.
ഒരു ചെറിയ ക്വാർട്ടറുമായിട്ട് വന്ന് ഇത്തിരി പാക്കറ്റ് വെള്ളം വാങ്ങിച്ച് അവിടെ നിന്ന് അടിച്ച് അവിടെ ഈ പറയുന്ന വള വെക്കുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷെ കേരളത്തിലെ ഒരു ബാറിൽ ഇങ്ങനെയുള്ള പരിപാടികൾ പൊതുവെ കുറവാണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ ഇരുന്ന് അടിക്കുന്ന മദ്യപ സംഘങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് തൂക്കിക്കൊണ്ടുപോകും. പിന്നെ ഈ യാത്ര പോകുന്ന സമയത്ത്, വിനോദയാത്ര പോകുന്ന സമയത്ത് മദ്യപിക്കുന്ന ഒരു ശീലം, അത് കേരളത്തിൽ ഇന്ന് മാത്രമല്ല, അത് പണ്ട് കാലം മുതലുള്ളതാണ്. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിന്റെ ചരിത്ര ഗവേഷണം എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും അതിന്റെ ചരിത്ര ഗവേഷണത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതി പറയുകയാണെന്നുണ്ടെങ്കിൽ, ദിലീപ്, കാവ്യ മാധവൻ, ലാലൊക്കെ ഉള്ള ഒരു സിനിമയുണ്ടല്ലോ, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി സംവിധായകൻ ലാൽ ജോസ് ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് പോയ സമയത്ത്, അത് എത്ര കാലങ്ങൾക്ക് മുൻപാണ്, കേരളത്തിൽ നിന്നുള്ള ഒരു മദ്യപ സംഘം അവരുടെ ഷൂട്ടിംഗ് അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ കാവ്യ മാധവനെ കമന്റ് അടിക്കാൻ വന്നു എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് പറയുന്നത്. അപ്പൊ എത്ര കാലം മുമ്പാണ്? മഞ്ഞുമൽ ബോയ്സ് വരുന്നതിന് മുമ്പ്, ഹണി ബി വരുന്നതിന് മുമ്പുള്ള കുറെ കാലങ്ങൾക്ക് മുൻപാണ്. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഈ യാത്രകൾ പോവുകയും ആ സമയത്ത് മദ്യപിക്കുകയും ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഗതി മലയാളികൾക്കുണ്ട്. അതിന്റെ ചരിത്രത്തിലേക്ക് പോകണം. അതിപ്പോ ഈ ഒരു പുതിയ ജനറേഷന്റെ പ്രശ്നമോ ഈ കാലത്തെ സിനിമ ഗ്ലോറിഫൈ ചെയ്യുന്നതോ അല്ല. അതേപോലെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ട്രാവൽ വീഡിയോയിൽ കണ്ടതാണ്, ദാൽ ലേക്കിൽ ഒരു ഹൗസ് ബോട്ട് കത്തിക്കിടക്കുന്നു. ചോദിച്ചപ്പോൾ മലയാളികൾ കള്ളുപിടിച്ച് തീ വെച്ചാണ്. ഇതുപോലുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഇത് കാലങ്ങളായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ ഒരു സംഗതിയാണ്. മഞ്ഞുമൽ ബോയ്സോ ഹണി ബിയോ, ഞാൻ ഒരു കാലത്ത് ഹണി ബി ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് പ്രൊമോട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ മദ്യപാനം എന്ന് പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിലെ ഇമാതിരി തോന്നിയാസം എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയോ നമ്മുടെ പൂർവികരായിട്ട് തന്നെ കിട്ടിയ ഒരു സംഗതിയാണ്. അത് തമിഴ്നാട്ടിലും ഭേദമൊന്നും അല്ലെന്നേ. തമിഴ്നാട്ടിൽ ബേസിക് മര്യാദകൾ പോലും ഇല്ലാതാണ് പൊതുസ്ഥലങ്ങളിൽ ആളുകൾ മദ്യം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ അവിടെ ഇഷ്ടം പോലെ ഈ തരിശു ഭൂമികൾ ഉള്ളതുകൊണ്ടും അവർക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉള്ളതുകൊണ്ടും നമ്മളുടെ കൺവെട്ടത്ത് കാണില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ അതിനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ശരിക്കും മദ്യപാനം എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് തന്നെ ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു സംഗതി, ഇന്ത്യൻ സിനിമയിൽ ശരിക്കും മലയാള സിനിമകളെ ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര റൂട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള സാധാരണക്കാരെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ നാട് ഏതാണ് ഓർത്ത് നോക്കുക. ഇപ്പം എൻ്റെ നാട് കോട്ടയം, അതേപോലെ തന്നെ പാല, പൊൻകുന്നം ഏരിയ. അപ്പം എൻ്റെ നാടിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കൾച്ചർ എടുത്തു വെച്ചിട്ടുള്ള സിനിമകൾ മലയാളത്തിലുണ്ട്. നിങ്ങളുടെ നാട് പാലക്കാട് ഒരു ഗ്രാമമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിനിമകളുണ്ട്. തിരുവനന്തപുരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിനിമകളുണ്ട്. ഏതെങ്കിലും തമിഴ്നാട് ബോർഡർ പങ്കിടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിനിമകളുണ്ട്. കണ്ണൂർ സിനിമകളുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പൊതുവായിട്ടുള്ള രീതികളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് അവരുടെ റിയൽ കഥയാണ്. ഇതിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. എല്ലാ ദിവസവും പണിക്ക് പോകുന്ന, കായികാധ്വാനം കൂടുതലുള്ള പണികൾ എടുക്കുന്ന ആളുകൾക്ക് വൈകിട്ട് ഉറങ്ങാൻ നേരെ രണ്ടടിക്കുക എന്ന് പറയുന്ന ഒരു ന്യായീകരണം പോലും പലയിടങ്ങളിലുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിലും വായനശാലയിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്തും അല്ലെങ്കിൽ നാട്ടിലെ സുഹൃത്തുക്കൾ ട്രിപ്പ് പോകുന്ന സമയത്തും ഈ മദ്യപാനത്തിന് തന്നെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് സിനിമയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നത് കപടതയാണ്. അത് ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു സിനിമ പറയുമ്പോൾ ആ ഒരു കഥ അപൂർണവും. ഇപ്പൊ നാട്ടിലെ ബിവറേജസിന്റെ ഫ്രണ്ടിൽ രാവിലെ 10 മണിക്ക് അത് തുറക്കുന്ന സമയത്ത് 50ഉം 100ഉമായിട്ട് വന്ന് ഷെയറിന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവര് നമ്മുടെ ഇതിന്റെ ഭാഗമാണ്. പിന്നെ ഇതിനകത്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള ചില തരംതിരിവുകൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് കാണിക്കേണ്ടി വരും. അത് കണ്ടിട്ട് എല്ലാ ആൾക്കാരും അങ്ങനെ ആവില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടിട്ട് ഇതേപോലെ ആളുകൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. എന്തും കണ്ടിട്ട് എന്തും അനുകരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ ഈ സിനിമയൊന്നും വേണ്ട. ആ സിനിമ ഉണ്ടായിട്ടാണോ പണ്ട് ഞാൻ പറഞ്ഞ ലാൽ ജോസിന്റെ ഇൻസിഡന്റ് വരുന്നത്? ഇതേ ലാൽ ജോസിന്റെ ഷൂട്ടിംഗ് വേളയിൽ ഞാൻ അദ്ദേഹത്തിന്റെ സഫാരിയിൽ കേട്ടപ്പോഴാണ് ക്ലാസ്മേറ്റ്സിന്റെ സൈറ്റിൽ കോട്ടയത്തൊക്കെ അങ്ങനെ ഒരു സാധനം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. സൈറ്റിൽ ഇതേപോലെ തന്നെ മദ്യപിച്ച് ബഹളം വെച്ച് പുറത്തുനിന്നുള്ള ആളുകളെത്തി. ഇത് എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ ഇവൻ വേറെ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തിനാണ് ഈ വംശീയ അധിക്ഷേപം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പലതവണ ഇത്തരക്കാരോട് വഴക്കിടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളോടൊപ്പം വന്ന ചെന്നൈ ഹൈക്കോർട്ട് അഡ്വക്കേറ്റായ സെന്തിൽ കുമാർ ഇവർ വീശി എറിഞ്ഞ ബോട്ടിലുകളെ അദ്ദേഹം തന്നെ പെറുക്കിയെടുത്ത് നീക്കം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. വർഷത്തിൽ 20 ആനകളെങ്കിലും ഈ കുപ്പിച്ചില്ലുകളിൽ കയറി കാൽ പഴുത്ത് മരണം പ്രാപിക്കുന്നു. അതിനെതിരെ രോഷം കൊണ്ട് ഞാൻ എഴുതിയ ആന ഡോക്ടർ എന്ന പുസ്തകം മലയാളത്തിലും ലക്ഷക്കണക്കിന് പ്രതികളാണ് വിറ്റുപോയത്. പക്ഷേ ഈ സിനിമയുടെ സംവിധായകൻ അത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അയാൾ എന്തിനാണ് അത് വായിക്കണത്? അയാൾ കുറച്ച് ആളുകളുടെ ജീവിതം സിനിമയാക്കുന്നു. അവരുടെ ജീവിതത്തിൽ ആനയുടെ കാലിൽ കുപ്പിച്ചില്ല് കയറുന്ന തരത്തിലുള്ള ചിന്ത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജയമോഹൻ അറിയാവോ? ഇല്ല.
അതേപോലെ ഞാൻ പറഞ്ഞത് ഇപ്പം അഡ്വക്കേറ്റ് സെന്തിൽ കുമാറിന് അങ്ങനെ ചെയ്യാം. പിന്നെ ആ പുസ്തകം എഴുതി ഇദ്ദേഹത്തിന് അത് ചിന്തിക്കാം. അവർക്ക് ഇപ്പം എല്ലാ മനുഷ്യന്മാരും എല്ലാവരെ കുറിച്ചും ചിന്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ മേഖലകളിലും സാധ്യമല്ല. പിന്നെ പ്രിവിലേജസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ പ്രിവിലേജസ്, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രിവിലേജസ്, ഇതൊക്കെയുള്ള ആളുകൾക്ക് എല്ലാവരെ കുറിച്ച് ചിന്തിക്കാം. പാവപ്പെട്ടവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയും കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പരിസ്ഥിതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം എന്നൊന്നും പറഞ്ഞുള്ള കാര്യം നോക്കത്തില്ല. അവൻ്റെ എന്റർടൈൻമെന്റ് അവൻ നോക്കത്തുള്ളൂ. പക്ഷെ ചില മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും ഭീകരമാണ്. ഇതിപ്പോ ഓക്കെ, മദ്യപിച്ച് അവർ കുപ്പിച്ചില്ലെറിഞ്ഞ് അറിവില്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറ്റും. പക്ഷെ വേറെ ചില മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അറിവില്ലായ്മ, സാമ്പത്തികമായിട്ടുള്ള പ്രിവിലേജ് ഇല്ലായ്മ ആക്രമണ മനോഭാവത്തിലേക്ക് നയിക്കാറുണ്ട്. ഒരു നല്ല വണ്ടി കണ്ടു കഴിഞ്ഞാൽ, ഒരു റിച്ച് എന്ന് തോന്നുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കുന്ന അന്യ സംസ്ഥാനക്കാരുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ കൊള്ള സംഘങ്ങൾക്ക് പേര് കേട്ട ഗ്രാമങ്ങളുണ്ട്. നമ്മളതുകൊണ്ട് തമിഴ്നാടിനെയൊക്കെ അങ്ങനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യാറുണ്ടോ? ഇല്ല. പണ്ട് നമ്മൾക്ക് വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നു എന്നുള്ള പരാതി എപ്പോഴും വരുന്ന ഒരു കേസായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ആക്രി പറക്കാൻ വരുന്ന ആളുകൾ അതടിച്ചുകൊണ്ടു പോകും, ഇതടിച്ചുകൊണ്ടു പോകും, പിള്ളേരെ പിടിച്ചുകൊണ്ടു പോകും. ഇപ്പം മലയാളികൾ അത് പറയാറില്ല. ഇത്തരത്തിലുള്ള ജനറലൈസേഷൻസ് ഒക്കെ പലപ്പോഴും ഈ എലീറ്റ് ബുദ്ധിജീവികളുടെ അടുത്തു നിന്നാണ് വരുന്നത്. ഈ മലയാളി തെമ്മാടികൾക്ക് മറ്റ് ഭാഷകളിൽ ഒരു വാക്ക് പോലും അറിയില്ല. അപ്പം അത് സൗത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഉള്ളതാണ്, പ്രാദേശിക ഭാഷാവാദം. അപ്പം തമിഴ്നാട്ടിലുണ്ടല്ലോ, അവർ ഹിന്ദി ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം സ്റ്റാലിൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അത് അഭിമാനത്തോടെ പറയുന്നതാണ്. ഇപ്പം കന്നഡക്കാരെല്ലാം കൂടെ ബോർഡടക്കം തല്ലിപ്പൊടിച്ച് താഴെ ഇടുന്നുണ്ട്. പക്ഷെ അവരുടെ ഭാഷ മറ്റുള്ളവർ അറിഞ്ഞിരിക്കണമെന്നൊരു ധാർഷ്ട്യവും പ്രകടമാണ്. ഒരിക്കലും ഇല്ല കേട്ടോ, ഇത് മലയാളികൾക്കില്ല. ഇപ്പം ഹിന്ദിക്കാർക്കുണ്ട്, അവരുടെ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം, രാഷ്ട്രഭാഷയാണ് എന്നൊക്കെ അവർ പറയും. നമ്മൾക്ക് നമ്മുടെ ഭാഷ ആരും അറിയണമെന്നൊന്നും ഒരു താല്പര്യമില്ല. നമ്മൾ മുറിച്ച് ഏത് ഭാഷ വേണമെങ്കിലും പറയാനായിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇയാൾക്ക് എന്തോ ഒരുമാതിരി മലയാളി ഹേറ്റ് ഉണ്ട് കേട്ടോ. ഈ സിനിമയിൽ തമിഴകത്തെ പോലീസ് ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതി കാണിച്ചിരിക്കുന്നത് സത്യമാണ്. കാരണം എന്തെന്നാൽ അടിയല്ലാതെ മറ്റൊരു ഭാഷയും അവർക്ക് മനസ്സിലാവില്ല. കേരളത്തിലെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുന്ന ദുസ്വപ്നമായി മാറിയിട്ടുണ്ട്. മലയാളികളെ രണ്ടായി തരംതിരിക്കാം. വിദേശത്ത് രക്തം വിയർപ്പാക്കി പണിയെടുക്കുന്നവരും അവരെ ചൂഷണം ചെയ്യുന്ന നാട്ടിലെ മദ്യപാനി സംഘങ്ങളും. നമ്മൾ രണ്ട് ഗണത്തിലേ ഉള്ളൂ കേട്ടോ, വേറെ ഇടയ്ക്കൊന്നുമില്ല. ഇപ്പം നാട്ടിലുള്ള നമ്മളൊക്കെ മദ്യപാനികളും അവർ പണം ഉണ്ടാക്കുന്ന ആൾക്കാരും. ഈ സംഘങ്ങൾ വിവാഹ ചടങ്ങുകളിൽ വന്നാൽ പിന്നെ അർമാദമാണ്. വിവാഹ മണ്ഡപത്തിൽ വാൾ വെക്കുന്നവർ നിരവധി. വിവാഹവേദിയിൽ വരൻ തന്നെ വാൾ വെക്കുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട്. മദ്യപാനത്തിൽ തമിഴകം കേരളത്തിന്റെ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സമൂഹം ലഹരിയോടുള്ള ആവേശത്തെയും അതിന്റെ എല്ലാ മോശം വശങ്ങളെയും സ്വാഭാവികമെന്ന രീതിയിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. നിയമത്തെ മാനിക്കുന്ന സാമാന്യനെ അത് വിധിയായും ഒന്നിനെയും കൊള്ളാത്തവനായും ചിത്രീകരിക്കുന്നു. കേരളത്തിലെ ബീച്ചുകളിൽ രാത്രി 7 മണിക്ക് ശേഷം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പോലീസ് അധികാരികൾ തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട്. കേരളത്തിലെ ബീച്ചുകൾ, കേരളത്തിലെ വഴികൾ, നാടുകൾ, ഇടവഴികളൊക്കെ രാത്രിയിൽ ആളുകൾ പോകാൻ ശ്രമിക്കുന്ന ഇടങ്ങളാണ് എന്ന് ജയമോഹൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കും. തമിഴ്നാട്ടിൽ രാത്രി യാത്ര ഞാൻ പ്രിഫർ ചെയ്യാറില്ല, പേടിയാണ്. അതുകൊണ്ട് നമ്മൾ തമിഴ്നാട് മോശമാണെന്ന് പറയും. തമിഴ്നാട്ടിലെ ഏതൊരു ബീച്ചിലാണ് കേരളത്തിലെ ബീച്ച് പോലെ സമാധാനമായിട്ട് പോയിരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റുന്നത്? ഓക്കെ, ചെന്നൈയിൽ ശക്തമായിട്ടുള്ള പോലീസ് കാവലൊക്കെ ഉള്ള മറീന ബീച്ചിൽ വേണമെങ്കിൽ പോയിരിക്കാൻ പറ്റും. വേറെ തമിഴ്നാട്ടിലുള്ള ബീച്ചിലൊന്നും എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. കേരളത്തിലെ ആളുകൾ ഇറങ്ങി നടക്കുന്നത് കൊണ്ടാണ്, നടക്കാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അനിഷ്ട സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുമ്പോഴാണ് വാർത്തകൾ ഉണ്ടാകുന്നത്. നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ ആ ഒരു റിസ്ക് എടുക്കില്ല. ഇപ്പം കർണാടക എന്താണ്, ആളുകൾക്ക് ഇപ്പം മൊത്തത്തിൽ പേടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ജനറലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു എലമെൻ്റ് അല്ല. ഇയാൾ മൊത്തം മലയാളികളെയാണ് പറയുന്നത്. മലയാള സിനിമകളിൽ സന്തോഷിക്കുക എന്നാൽ മൂക്കന്നം കുടിച്ച് തല്ലുകൂടി വാളുവെച്ച് പൊതുജനങ്ങളെ അസ്വസ്ഥരാക്കുന്ന രീതിയിൽ കൂത്തടിച്ച് മതിമറക്കുക എന്നതാണ്. മദ്യപിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുന്ന 4 ആൾക്കാരെ ഏതെങ്കിലും മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഇയാൾ മലയാള സിനിമ കാണാറില്ല. മഞ്ഞുമൽ ബോയ്സും ഈ തെമ്മാടികളെ ജോളി മൂഡിലുള്ളവരായിട്ടാണ് കാണിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തമിഴ് സിനിമയിലെ നായകൻ ഏത് തെമ്മാടിയിൽ നിന്ന് സാധാരണ ജനങ്ങളെ രക്ഷിക്കുന്നുവോ ആ തെമ്മാടിയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ നായകൻ. ഇതിനൊരു കാരണവുമുണ്ട്. എറണാകുളം കേന്ദ്രമാക്കിയ ലഹരി അടിമകളുടെ ഒരു സംഘം ഇന്ന് മലയാള സിനിമയിൽ വളരെ പ്രാമുഖ്യമുള്ള സ്ഥാനത്തുണ്ട്. അവിടെ രാവും പകലും മദ്യത്തോടും മദ്യത്തെക്കാൾ ദോഷം ചെയ്യുന്ന മറ്റ് ലഹരി വസ്തുക്കളോടുമുള്ള അഭിനിവേശമാണ് കാണാൻ കഴിയുക. മലയാളത്തിലെ നായക നടന്മാർ വരെ മയക്കുമരുന്ന് കേസുകളിൽ പെടുന്നത് ഇടയ്ക്കിടെ വാർത്തകളിൽ വരാറുണ്ട്. മലയാളി സമൂഹത്തിൽ ലഹരിയോടുള്ള ആസക്തിയെ സ്വാഭാവികമായ ഒന്നായി ശീലിപ്പിച്ചെടുക്കുന്നത് ഇവരൊക്കെയാണ്. ലഹരിയെയും വ്യഭിചാരത്തെയും നോർമലൈസ് ചെയ്യുന്ന കിളിപോയി, ഒഴിവു ദിവസത്തെ കളി, വെടി വഴിപാട്, ജല്ലിക്കെട്ട് തുടങ്ങിയ സിനിമകൾ
10 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ പുറത്തു വന്നു. കാമ്പില്ലാത്ത കാര്യഗൗരവമില്ലാത്ത വ്യാജ പടപ്പുകളായിരുന്ന ഇവയെ റിയലിസ്റ്റിക് കലാസൃഷ്ടികൾ എന്ന് ബുദ്ധിജീവികൾ വാഴ്ത്തി. തമിഴകത്തിലും പക്വതയില്ലാത്ത ബുദ്ധിജീവികൾ അവയെ ആഘോഷിച്ചു. പക്ഷേ ഇന്ന് ഈ പോക്ക് സിനിമയുടെ തന്നെ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഇവരൊക്കെ നിർമ്മിക്കുന്ന ലഹരി ആസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രങ്ങളെ തമിഴകത്തിലും ആഘോഷമാക്കുന്നവരെ ഞാൻ രണ്ടായി തരംതിരിക്കും. അയാൾ രണ്ടായി തരംതിരിക്കുന്നതിൽ നിന്ന് മാറില്ല. ആ 2 തരമേ ഉള്ളൂ. അയാൾ വേറെ ഏതോ ഗ്രഹത്തിലിരിക്കുന്ന ഒരാൾ. വിഡ്ഢികൾ അല്ലെങ്കിൽ ദ്രോഹികൾ. വാണിജ്യ സിനിമ എന്നത് കലയൊന്നുമല്ല. അതൊരു യാതൊരു തരത്തിലുള്ള ഭൗതിക പരിശീലനമോ കലാപരിചയമോ ഇല്ലാത്ത ഒരു വൻ ജനാവലിയോടാണ് ഈ സിനിമകൾ നേരിട്ട് സംവദിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഭൗതിക പരിശീലനമോ കലാപരിചയമോ ഇല്ലാത്ത ഒരു വൻ ജനാവലിയോടാണ് ഈ സിനിമകൾ നേരിട്ട് സംവദിക്കുന്നത്. ഭൗതികമായ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാത്ത ആൾക്കൂട്ടങ്ങളെ ഇത്തരം അരാജകത്വം അധപതനത്തിലേക്ക് അവർ നയിക്കുക. ഈ വിനോദയാത്രാ സംഘങ്ങൾ ടൂറിസ്റ്റ് സ്പോട്ടുകളെ നശിപ്പിക്കുന്നത് ഒരു വശത്ത് അതൊക്കെ ന്യായമാണ്, അതൊക്കെ ഓക്കെ. മറുവശത്ത് നിബിഡ വനങ്ങളിലും ഇവർ ഇടിച്ചു കയറുന്നു. അതിനുള്ള കുറുക്ക് വഴികൾ കണ്ടെത്തുന്നു. ഒരു നിയമവും കാര്യമാക്കുന്നില്ല, ഒരു ജാഗ്രതാ നിർദ്ദേശവും പാലിക്കുന്നില്ല. പേരക്കയുടെ ഉള്ളിൽ മുളകുപൊടി നിറച്ച് കുരുങ്ങൾക്ക് കൊടുക്കുന്നു. ആനകൾക്ക് നേരെ ബോട്ടിലുകൾ വീശി എറിയുന്നു. ഉൾവനങ്ങളിൽ പാട്ടും ബഹളവുമായി കൂത്താടുന്നു. ആപത്കരമായ സമയമാണ് മെയ് മാസം. കേരളത്തിലെ വനങ്ങളെ പോലെ പച്ചപ്പോടെയല്ല കരിഞ്ഞുണങ്ങിയ തമിഴ്നാട്ടിലെ വനങ്ങൾ ഈ സമയത്ത് കാണപ്പെടുക. ഇവരാകട്ടെ അവിടെ ബീഡിയും സിഗരറ്റും വലിച്ചെറിയും. ഏക്കർ കണക്കിന് വനങ്ങൾ കത്തി നശിക്കും. ആയിരക്കണക്കിന് ജീവജാലങ്ങൾ വെന്തു മരിക്കും. ഇവർക്ക് അതിൽ യാതൊരു സങ്കടവുമില്ല. കേരളത്തിലെ റിസോർട്ടുകളിലേക്ക് പോകുന്നത് തന്നെ ആപത്താണ്. പുറത്ത് പറയാനാവാത്ത പല സംഭവങ്ങളെ കുറിച്ചിട്ടും കേട്ടിട്ടുണ്ട്. ഈ തെമ്മാടി കൂട്ടങ്ങളുടെ ചെയ്തികളെ എളിയവരുടെ ആഘോഷമാക്കി ന്യായീകരിക്കാൻ മാത്രമല്ല മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ ചെയ്യുന്നത്. അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നു. അവരെ ത്യാഗം ചെയ്യുന്നവരായും സൗഹൃദത്തിന്റെ മാതൃകകളായും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു. ഏത് തമ്മാടിക്കൂട്ടം എടുത്ത് പരിശോധിച്ചാലും അതിനുള്ളിൽ ഒരു ഐക്യം കാണാൻ കഴിയും. കുറ്റവാളി സംഘങ്ങളിലും ത്യാഗമനോഭാവം കണ്ടെത്താം. എന്ന് വെച്ചാൽ അവയെല്ലാം ഉന്നത മൂല്യങ്ങളല്ല. ഈ സംഭവം ശരിക്കും നടന്നതാണെന്നും അതിലെ ഒരാൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചുവെന്നും സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. നിയമപ്രകാരം അവർ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവരാണ്. ഈ സിനിമയിലൂടെ ഇത്തരം സംഘങ്ങളെക്കുറിച്ചിട്ടുള്ള ജാഗ്രത തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉണ്ടാകുമെങ്കിൽ നല്ലത്. പോലീസ് ഇവരെ കുറ്റവാളികളെ തന്നെ കണക്കാക്കണം. ഒരിക്കലും ഈ രീതിയിൽ അവരെ പിന്തുണയ്ക്കരുത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവർ അവിടെയെങ്കിലും കുടുങ്ങിച്ചെത്താൽ പോലും നല്ലതാണ്. അത് പ്രകൃതിക്ക് ഇവർ നൽകുന്ന സ്വാഭാവിക ശിക്ഷയാണ്. ഗുണ കേവ്സിൽ ഇതിനു മുൻപ് മരിച്ച ആളുകളൊക്കെ മലയാളികളായിരുന്നോ? അതിക്രമിച്ച് കയറിയ ആളുകൾ മലയാളികളായിരുന്നോ? അതെല്ലാ നാട്ടുകാരും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ യോജിക്കാൻ തോന്നും. ഇയാൾ പറഞ്ഞതിൽ മലമണ്ടയിൽ ബാബുമോൻ കയറി. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണെന്ന് വന്നത്. കാരണം നമ്മളുടെ നാടിൻ്റെ അത്രയധികം ഫണ്ട് ഒരുത്തൻ്റെ തോന്നിയാസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. അത് നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ട പണമാണ്. എത്ര പൈസയാണ് മുടക്കിയത്. എന്നിട്ട് അവന് വലിയ അംഗീകാരം കാര്യങ്ങളൊക്കെ. എന്തിനാണ് അവന് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത്? അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ ഒരു ക്രൈമിന് അവൻ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അത് മാതൃകാപരമാവത്തുള്ളൂ. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായി? ഒരു കാര്യം ഉണ്ടായില്ല. അതിൽ ഏറ്റവും വിഷമം തോന്നിയത് പാലക്കാട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേരുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു മലയായിരുന്നു. ഇപ്പം അതിനെ ബാബുമല എന്നുള്ളതാണ് വിളിക്കുന്നത്. അപ്പം അത് അവൻ്റെ ഫേസോടെയാണ് നമ്മളത് ഓർക്കുന്നത്. അത് വല്ലാത്തൊരു ദുരന്തമായിപ്പോയി. അതുപോലുള്ള തോന്നിയാസങ്ങളെ നമ്മൾ അനുവദിക്കരുത്. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടെന്നേ. അത് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. കർണാടകയിൽ വലിയ കുഴപ്പമില്ലാത്ത ടൂറിസ്റ്റ് സ്പോട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളല്ലാതെ ബാക്കിയുള്ള ചരിത്ര നിർമ്മിതികൾ മുഴുവൻ നശിപ്പിക്കുന്നതിനാണ് അവർക്ക് വലിയ താല്പര്യം. സാഞ്ചി സ്തൂപങ്ങൾ കാണാനായിട്ട് പോയപ്പം മനസ്സിലായ ഒരു സംഗതി, അത് പൊളിച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ രീതി, അവിടുത്തെ മാസതരം അതൊക്കെയാണ്. ഇതൊരു വികസന രാജ്യത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. അത് വഴിയിൽ തുപ്പുന്ന, വേസ്റ്റ് ഇടുന്ന, എല്ലാം കണ്ടത് തല്ലിപ്പൊളിക്കുന്ന ഇന്ത്യക്കാരൻ്റെ പൊതു സ്വഭാവത്തിൽപ്പെട്ട ചില സംഗതികളാണ്. നമ്മളുടെ സിനിമകളിൽ അത് വരും. അഡാപ്റ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ജനറലൈസ് ചെയ്തിട്ട് ഇവന്മാരല്ല ഇങ്ങനെയാണ്, സിനിമയല്ല ഇങ്ങനെയാണ്, മലയാളികളല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ചിന്താ ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഇത്ര വലിയൊരു സാഹിത്യകാരനെയൊക്കെ നമ്മളിങ്ങനെ വെറുതെ സാധാരണക്കാരനെ പോലെ വിമർശിക്കുക എന്ന് പറയുന്നത് അത് വേറൊരു പരാജയം. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.